ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചലിലെ കസോളിലാട്ടോ. നമ്മൾ ഇന്നലെ എത്തിയത് എവിടെ, അതായത് ഇന്നലെ രാവിലെ അല്ലേ? ഇന്നലെ രാവിലെ എത്തി. ഇന്നലെ മൊത്തം ഞങ്ങൾ റെസ്റ്റായിരുന്നു. കാരണം കണ്ടിന്യൂസ് ഒരുപാട് ട്രാവലായപ്പോഴേ ആകെ ബോഡിയൊക്കെ ഡൗണായി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നലെ ആണെങ്കിൽ രാത്രി തണുത്ത വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ പണിയും കിട്ടി. രാത്രി ചെറുതായിട്ട് പനിച്ചു, തൊണ്ടവേദന, ജലദോഷം. അപ്പോൾ ഞങ്ങളിവിടെ മണികരണിൽ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കാൻ പോവാം. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ടോ മണികരൻ? 4 കിലോമീറ്റർ 5 കിലോമീറ്റർ 5 കിലോമീറ്റർ. ആ 5 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, നടന്നു പോയി കുറേ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചു. ഞാൻ മരുന്ന് കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. കുളിച്ചിട്ട് എനിക്ക് തോന്നുന്നു 3-4 ദിവസമായി. അല്ല 3-4 2-3 ദിവസമായി. കുളിയൊക്കെ ഇടയ്ക്കേ ഉള്ളൂ, കാരണം ഇവിടെ വിറക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ കസോൾ ടൗൺ കഴിഞ്ഞ് പോവാട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കസോളിൻ്റെ ഒരു സ്ട്രീറ്റ് കഴിഞ്ഞ് നമ്മൾ നടക്കുക കേട്ടോ. ഇതാണോ, ഇതാണിപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയണത്. ഇതാണ്, ഇത് എവർഗ്രീൻ കഫേ, നൈസർ കഫേ കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. അതൊക്കെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് എവർഗ്രീൻ കഫേ. നമ്മൾ കയറിയില്ല കേട്ടോ, നമ്മൾ സാധാരണക്കാരുടെ ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. ഞങ്ങൾ പരിഷ്കാരികളല്ല. അതെ, നല്ല ബോഡി കേട്ടോ റോട്ടിലൊക്കെ. ഞാൻ ഭയങ്കര സൗണ്ട് കുറച്ച് സംസാരിക്കുന്ന എനിക്ക് തൊണ്ടവേനായിട്ട് കേട്ടോ. ഇവിടെ ഒരു മലബാർ ഹോട്ടലൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് മലയാളികളുടെ ആണോ അല്ലെങ്കിൽ മലയാളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണോ ഞങ്ങൾക്ക് അറിയത്തില്ല. പേരെന്തായാലും മലബാർ കസോൾ എന്നാണ്. നമ്മളങ്ങനെ ടൗണൊക്കെ കഴിഞ്ഞ് നടക്കാം കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ റിവറാണേ. നേരെ മുകളിൽ മഞ്ഞുമല കാണാം. വലിയ തണുപ്പില്ല. നമുക്ക് ജസ്റ്റ് ഒരു ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റേ ഉള്ളൂ. നമുക്കൂടെ അപ്പുറത്തു കൂടെ ഒക്കെ പോകാട്ടോ, ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. അയാൾ ചോദിക്കണ്ടല്ലേ. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ നടക്കാണ്ട്. ഇതൊക്കെ നല്ല പ്രോപ്പർട്ടി കേട്ടോ, റിവർ സൈഡ് വരുന്നത്. ഇതുണ്ട്, ഇവിടെയൊക്കെ മൊത്തം ഷാക്കുകളാട്ടോ. ഇതൊക്കെ നൈറ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര വൈബുള്ള പ്രോപ്പർട്ടികളാണ്. റിവർ സൈഡ് ഇവിടെ അങ്ങനെ ഒരുപാടുണ്ട്. പക്ഷെ ആ ഒരു ഷാക്ക് നോക്കിയാൽ നല്ല രസമല്ലേ. നമുക്ക് നമ്മുടെ അവിടെയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ, കോട്ടേജ് വിലയാക്കി അല്ലേ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, അടിപൊളി, നല്ല കിടില റൂമും. കാണിച്ചു തരാം ഉണ്ടോ, നല്ല കിടിലം കോട്ടേജ്. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടിട്ട് സംസാരിക്കാനും വയ്യ. ഇതുണ്ടോ, ഈ സ്ഥലമൊക്കെ വലിയ മലയാണ് കേട്ടോ. ഫുള്ള് പൈൻ ട്രീസ്. ഫ്രണ്ടിൽ കാണാൻ മഞ്ഞുമല ഉണ്ടോ, അത് ഒരുപാട് ദൂരമൊന്നുമല്ല, കുറച്ചടുത്താ. മേ ബി കീർഗങ്ങൊക്കെ ട്രക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആ സൈഡൊക്കെ കാണാൻ പറ്റും പോകുമ്പോൾ. പിന്നെന്ന് വെച്ചാൽ കസോളൊക്കെ ഇപ്പോൾ അങ്ങനെ തിരക്കുള്ള സമയമല്ല കേട്ടോ, ഹെവി റഷുള്ള ടൈമൊന്നുമല്ല. ഗസ്റ്റൊക്കെ കുറവാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോവാം. അങ്ങ് ദൂരെ വില്ലേജ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഒരു നല്ല വില്ലേജ് കേട്ടോ, ചെറിയ വില്ലേജാണ്. പുഴയിൽ ആ സൈഡിൽ മാത്രമേ വെള്ളമുള്ളൂ, ഇപ്പുറത്തെ സൈഡ് വെള്ളമില്ല. റോട്ടിൽ നടക്കുമ്പോൾ നല്ല പൊടിയാണ്, പൊടി ഒരു രക്ഷയില്ല. ഇപ്പോഴും മൊത്തം നിറഞ്ഞൊഴുകുമ്പോൾ എന്ത് സീനായിരിക്കില്ലേ, എന്ത് വെള്ളമായിരിക്കും ആലോചിച്ച്. ഓ, പേടിയാവും. കിടക്കുന്ന പാറക്കെട്ടുള്ള കണ്ടുണ്ടല്ലോ. ഈ നമ്മൾ ഇറങ്ങുന്നതൊന്നും തീരെ സേഫല്ല. ഒന്നും കാലം എണ്ണിക്കഴിഞ്ഞാൽ തീർന്ന്. ഇവിടെ ഷോപ്പുണ്ടേ, അവിടെ ചായ കുടിക്കുന്നതായിരിക്കാം. അയ്യോ, തൊണ്ടയൊക്കെ പറ്റി. വെള്ളമാണെങ്കിൽ കുടിക്കാനും പറ്റത്തില്ല. ഞങ്ങൾ ചായക്കട വന്നാട്ടോ, നോക്കിട്ടോ. എൽബിന് ഇരിക്കുന്ന സ്ഥലം കാണിച്ചില്ല, ഇരിക്കണുണ്ടോ. അഥവാ ഒന്ന് ചാരാൻ നോക്കിക്കഴിഞ്ഞാൽ ആ താഴെ എത്തും. എൻ്റെ എനിക്ക് മുട്ട് പറിക്കുന്നതാ. അതിൻ്റെ അറിയാ എൽബിന് നോക്കാൻ സിമ്പിളായിട്ടോ.
ഇതൊക്കെ എന്ത് എന്താടാ ഇത് ടിക്ക ബർഗറാ അങ്ങനെ പറഞ്ഞു. ചിക്കൻ ടിക്കയോ? ചിക്കൻ ടിക്ക ഒന്നും ആയിരിക്കില്ല. കഴിച്ചു. ഇഷ്ടമാണോ? അല്ലേ? ചിക്കനല്ല ആലു. ആലു ദേവി. നമുക്ക് ചായ കേട്ടോ. തൊണ്ടയ്ക്ക് വയ്യ. ചായ എല്ലാം ഒന്നും കുടിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇനിയും പോകാണ്ട് കേട്ടോ. ഒരാവേശത്തിൽ ഇറങ്ങിയതാ വയ്യാണ്ട്. 2 കിലോമീറ്റർ ഞാൻ പാത തുപ്പി. ഈ തല ഇറങ്ങുന്നു. ജലദോഷം പിടിച്ചിട്ടേ ഒരു രക്ഷയില്ല. കണ്ടത് കൊടുത്ത് പണ്ടത്തെ സൈസ് സാധനങ്ങൾ കേട്ടോ. മഞ്ഞുമല വീണ്ടും അടുത്തായി. അത് എന്ത് വലിയ മലയെന്നറിയോ. എല്ലായിടത്തും പ്രോപ്പർട്ടിയാണേ. എല്ലായിടത്തും അത്യാവശ്യം മലയാളീസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാൻ ഇവിടെ ഒരു പ്രോപ്പർട്ടി കാണിച്ചു തരാം കേട്ടോ. എന്നെ ഭംഗിയാന്നറിയോ. നല്ല പൈസ ഉണ്ടാവും അല്ലേ? മിനിമം 2000 ഉണ്ടാവും അല്ലേ? ഇത് കണ്ടോ, ഫുള്ള് പുല്ലൊക്കെ പിടിപ്പിച്ച് വീടിൻ്റെ പ്രോപ്പർട്ടി. എല്ലായിടത്തും ബിൽഡിങ്ങിൻ്റെ പണി എടുക്കുക. പുതിയ പുതിയ ബിൽഡിങ്സ് വന്നുകൊണ്ടേയിരിക്കുക. നടന്ന് ഊപ്പാട് ഇറങ്ങിയിട്ടോ. വയ്യാത്തോണ്ട് നടന്നാലും എത്തുന്നില്ല. അയ്യോ, ലിഫ്റ്റ് വെച്ചോ, അത് നിർത്തുന്നില്ല. വേണോ? ഇനി ഈ മലേൻ്റെ അപ്പുറം സൈഡ് എത്തണം നമ്മൾ. ഈ പൈൻ ട്രീസ് എന്ത് ഭംഗിയാണെന്നറിയോ. ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം. കീടിയിലായിരിക്കും. നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ 1-2 വില്ലേജിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കീടിയിലെ വിഷ്വൽസ് കിട്ടും നമുക്ക്. വെയിലുണ്ട് കേട്ടോ. പണ്ട് വലിയൊരു തണുപ്പിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല. ഒരു സാമ്യമുണ്ട്. നടന്ന് ചത്ത് കഴിച്ചു. അയ്യോ, ഞാൻ വരരുതായിരുന്നു ഇത്ര വയ്യാണ്ട്. ഇനിയുണ്ട് 1 കിലോമീറ്ററിന് മുകളിൽ. ഞങ്ങൾ വന്ന വഴി ആ മാലേൻ്റെ അപ്പുറത്താട്ടോ. അവിടെ ഇരിക്കുക, വയ്യാണ്ടായി. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നു, രക്ഷയില്ല. അയ്യോ, ചുണ്ടൊക്കെ ഉണങ്ങി പൊട്ടി. ഇതൊരു അടിപൊളി വളമാണേ. നോക്കിയേ, വണ്ടി വരുന്ന നോക്കിയേ. ശരിക്കൊരു പാറ തുറന്നു വെച്ചിരുന്നല്ലേ? പാറ വെട്ടി മാറ്റി റോഡ് പണിതിരിക്കുക. നടന്നിട്ട് വയ്യാട്ടോ. ഇങ്ങനത്തെ വളവിലൊന്നും ഫോട്ടോ എടുക്കാനൊന്നും ആരും നിർത്തിക്കരുത്. നേരെ പാസ് ചെയ്ത് പോവാ അല്ലേ? ഒരു ചെറിയ പീസ് വന്നാൽ മതി. പണി പാടും. എൻ്റെ മോനെ നടന്നിട്ടുണ്ടല്ലോ, സൗണ്ടൊന്നും കിട്ടണല്ലോ. പാറ വെട്ടിയെടുത്തേക്കണ. സ്പ്ലെൻഡറോ കണ്ടോ? പഞ്ചാബിൽ നിന്ന് സ്പ്ലെൻഡർ ഓടിച്ചിട്ട് ആൾക്കാർ വന്നിട്ടോ. ബാഗിൽ ഫുള്ള് ബാഗ് കെട്ടി. ഞങ്ങൾ ഓൾമോസ്റ്റ് മണികരന് എത്തിയിട്ടോ. എത്തിയെന്ന് പറഞ്ഞാൽ ചത്തു. ഈ തലയിൽ കറങ്ങുന്നു. ഈ വണ്ടിയിലത്തെ ബൊമ്മേനൊക്കെ വാങ്ങിച്ചില്ലേ? എന്തോരാ. ഓ, നടന്ന് ആവേശമായിട്ട് നടന്നാ ചത്ത് ദൂരിപ്പോയി. ഇല്ലമ്മേ,
ഒന്ന് കുടിച്ചാലോ? കുടിക്കാം. അയ്യോ വെള്ളം പറ്റില്ല. ചോദിച്ചോക്കാം. ഗരം പാനി चाहिएगा थोड़ा? हाँ गरम पानी. बीमार है इसलिए. വെള്ളം തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പല കടയിലും ചോദിച്ചപ്പോൾ ചൂടുവെള്ളം തരില്ല കേട്ടോ പറഞ്ഞത്. ഇവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയാ പാവാ. ഫൈനലി ഞങ്ങൾ മണികരണം എത്തിയിട്ടോ. നല്ല ആളുണ്ട് കിട്ടുന്നത്. നല്ല തിരക്കാം, വീക്കെൻഡ് ആയതുകൊണ്ടേ. ഫുള്ള് പഞ്ചാബ് വണ്ടിയാണ്. ഇവർക്ക് സുഖമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് മൂന്നാർ പോകുന്നവരേ ഉള്ളൂ ഹിമാചൽ വരെ. ഫുൾ ടൂറിസ്റ്റാണ്. ഇന്നലെ ഇത്രയ്ക്ക് തിരക്കില്ലായിരുന്നു. ഇനിയിപ്പോൾ തിരക്കായി വരും. ആണ് ഇപ്പം തന്നെ പറഞ്ഞപ്പോൾ തന്നെ ബ്ലോക്കായി. ഫുള്ള് തിരക്കാണേ. ഇതാണ് മണികരൻ. ഓ ഇല്ലേ, ആ ഫ്ലാഗ് പറക്കുന്നതാണ് എന്ത് രസമാണ്. വല്ലാത്ത മൂഡ്. ചവറായി. നമുക്ക് കാശ്മീർ കാണാൻ കിട്ടാത്തൊരു കാഴ്ചയത്. ഈ ഒരു ഫ്ലാഗ് കാറ്റത്ത് നടന്ന് കാണുമ്പോൾ കിട്ടുമ്പോൾ ഒരു വൈബുണ്ടല്ലോ, ഒന്നും പറയാനില്ല. ഇത് ഫുള്ള് മണികരൻ അവിടുത്തെ ഹോം സ്റ്റേസും വീടുകളല്ല കേട്ടോ. നല്ല വെയിലുണ്ടെന്ന്. നടന്ന് ഊപ്പാടിളകി. ഹോട്ട് സ്പ്രിങ് ഒക്കെ അപ്പുറത്തെ സൈഡിലാട്ടോ. ഇതിവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റല്. മനുഷ്യന്മാർക്ക് ഹോസ്പിറ്റലൊന്നുമില്ല, മൃഗങ്ങൾക്കുണ്ട്. അല്ലാണ്ട് മെഡിക്കൽ ഷോപ്പ് മാത്രമേ ഉള്ളൂ. എൻ്റെ അറിവിൽ കസോളിൽ ഹോസ്പിറ്റലില്ല. പിന്നെ അവിടെ കണ്ടോ, അവിടെ കുറേ ഷോപ്പുകൾ. കുറേ കാലമായി പണ്ട് വന്നാൽ അവിടെയൊക്കെ. വലിയ മാറ്റമൊന്നുമില്ലല്ലേ, എല്ലാം അങ്ങനെ തന്നെ. എന്താ പ്രൈമറി ഹെൽത്ത് സെന്റർ. മെഡിക്കൈനോ? MEDICIN. സിഗരറ്റ്, ആൽക്കഹോൾ, ടുബാക്കോ, മാച്ച് ബോക്സ് അതിനോടല്ല കേട്ടോ. ഫൈൻ 2000 എഴുതിയിട്ടുണ്ട്. ബാ, ഇതാണ് മണികരൻ. ഇന്ന് രസം നോക്കി പുഴ ഒഴുകണമാണ്. എന്ത് രസമല്ലേ, ഭയങ്കര ദിവ്യമായ സ്ഥലം കേട്ടോ. അവിടെ വെള്ളം വീഴുന്നുണ്ട്, ചൂട് വെള്ളമാണ്. ചൂട് നാച്ചുറൽ ഹോട്ട് വാട്ടറാണ്. നമ്മളെല്ലാവരും പറയില്ലേ? അതെ. അവിടെ ഹിസ്റ്ററി വന്നോടാ. ഹിസ്റ്ററി അറിയില്ല. ഈ മണികരൻ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പാർവതി വാലി കേട്ടോ. പാർവതി വാലിയിൽ റിവർ പാർവതീൻ്റെ അടുത്താണ് നമ്മുടെ ഈ മണികരൻ സ്ഥിതി ചെയ്യുന്നത്. ബുന്ദർ കുളു ഡിസ്ട്രിക്റ്റിലാട്ടോ അത് വരുന്നത്. നമുക്ക് കസോളിൽ നിന്ന് ശരിക്കും 4 കിലോമീറ്റർ നടക്കാനുണ്ട്. നമുക്ക് ടാക്സിയും കിട്ടും, നടക്കേണ്ടവർക്ക് നടക്കാം, കുഴപ്പമില്ല. ഇതുണ്ടോ ചൂട് വെള്ളം, അവിടെ ആവി ഉറഞ്ഞ് ചാടുന്നുണ്ടോ. ഇതാണ് പാർവതി റിവർ. പാർവതി വാലിൻ്റെ താഴ്വരയിലാണ് മണികരൻ വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്. ഇത് മൊത്തം ചൂടുവെള്ളമാണ്, ആവി ഉറക്കുന്നുണ്ടോ. ഈ വെള്ളത്തിലാണ് ആൾക്കാരൊക്കെ ഒന്ന് കുടിക്കുക. നല്ല ചൂടാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാണ്. എനിക്ക് എന്തായാലും കുടിക്കാൻ പറ്റില്ല, കാരണം ഈ പനിച്ചിട്ട് നല്ല ചൂടുണ്ട്. അതിനോട് നിൽക്കുമ്പോൾ ശ്വാസം മുട്ടുന്നു. എല്ലാവരും കുടിക്കുന്നു നോക്കില്ലേ. ഇതുണ്ടോ ഗുരുദ്വാര ശ്രീ ഗുരു നാനക് ദേവ് ജി ഹരിഹർഗഡ് മണികരൻ. ബാക്കി ഏത് ഭാഷ എനിക്കറിയില്ലട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാം കേട്ടോ. ബാ, ഇവിടെ ഫുള്ള് ഷോപ്സാണ്. ജിലേബി, സ്വീറ്റ്സ്, മറ്റേ വള, മാല എല്ലാം ഉണ്ട്. ഇവരുടെ ടൈപ്പൊരു പൊരിയൊക്കെ ഉണ്ട്. എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ആ, നമ്മളിതുവരെ കാണാൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ടൈപ്പ് സ്വീറ്റ്സ് ഉണ്ട് ഇവിടെ. നമ്മൾ ചീരപ്പള്ളിയിലൊക്കെ ഓർഡർ
ഇത് ഫുള്ള് നല്ല വൈബ് ഷോപ്പാട്ടോ. റൈഡ് ഫ്ലാഗും എല്ലായിട്ട് ഉള്ള അടിപൊളി. ചൂടാ ചൂടെടുത്തിട്ടാ ഭയങ്കര ചൂടാ. അമ്പോ ചവിട്ടാൻ ആവി പോണുണ്ടോ? ഇത് ഹോട്ട് സ്പ്രിങ്ങിലെ വാട്ടർ പുറത്തേക്ക് പോകുന്ന കേട്ടോ. ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടാ. ഓ വാ വാ ദേവി, ഭയങ്കര ചൂടാ അവിടെ, ഒരു രക്ഷയില്ല. കാലും മുളഞ്ഞ് ശ്വാസം കിട്ടുന്നില്ല. ഇതൊക്കെ എന്ത് പ്രതിഭാസമല്ലേ. നല്ല രസമാണ്. ഇങ്ങനെ ചെറിയ വഴി, രണ്ട് സൈഡിലും കടകൾ, ലൈറ്റിങ് കാര്യങ്ങൾ കണ്ടോ. നല്ല രസമുള്ള ഷോപ്പുകളാണ് ഇവിടെ. ഫുള്ള് ഷോള് കാര്യങ്ങൾ, ടർക്കി, ചെറിയ പിള്ളേരുടെ ഉടുപ്പുകൾ, എന്ത് രസമാണ്. സ്വീറ്റ്സും ഡ്രസ്സും കേട്ടോ മെയിനായിട്ട്. ബെൽറ്റ് കാര്യങ്ങൾ കണ്ടോ, ചെറിയ പേഴ്സൺ കണ്ടോ, നല്ല രസമല്ലേ. ഇവിടെ സാധാരണ ടോയ്സ്. ഇവിടെ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ ബാർഗൈൻ ചെയ്ത് മേടിക്കണേ, അല്ലെങ്കിൽ ഒരു പരിപാടി എടുക്കില്ല. നല്ല റേറ്റ് പറയും ഇത്. ആ രസമല്ലേ. സോക്സ് ഉണ്ടോ കൂടെ? സോക്സ് വീട്ടിൽ നടക്കാൻ വയ്യ കേട്ടോ. പിന്നെ ഈ ഗ്യാപ്പ് കൂടെ വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് പയ്യെ അങ്ങനെ നടക്കുക. മൊത്തം മുഴുവൻ മെറ്റീരിയൽസ് അവിടെ. ഒരു ചാടിച്ചാലോ? ഒന്ന് ഇരിക്കണം. അതാ ആ രീതി ഇത് തൊട്ടി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ചാക്കട കയറിട്ടോ. ആ വേറൊന്നല്ല, ഈ ചായ കുടിക്കണം. അതിനെക്കാട്ടി വലിയ ഉദ്ദേശം നടക്കാൻ വയ്യ, ശ്വാസം മുട്ടാം. അപ്പോൾ അതുകൊണ്ട് ഒരു ചായ കുടിച്ച് കിടക്കാം. നമ്മളിപ്പോൾ മണിയാറിൻ്റെ കാഴ്ചകൾ കണ്ടു വെച്ചിട്ടോ. കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. അല്ലെങ്കിൽ തീരെ വയ്യ. എത്രയും വേണമെന്ന് റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കണം. ഞാൻ പറഞ്ഞു നമ്മൾ മൊത്തം ഫാമിലീസാട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ തിരക്കാം. എന്താ ടെമ്പിളോ? ഇത് ഇവിടുത്തെ ടെമ്പിളാന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇത് ഇവിടുത്തെ ടെമ്പിളാട്ടോ. ഇതിൻ്റെ വർക്ക് എത്ര ചെയ്തേക്കുന്നുണ്ടോ? ഫുള്ള് വുഡിലാണ്. നീ ഇന്റർനാഷണലേ ഏട്ടാ നീ ഞാൻ പറഞ്ഞ് ചക്കൻ എന്നോട് ചോദിച്ച് ഭയ്യ തൂ ലോക്കൽ ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്റർനാഷണൽ ചെയ്യുന്നു. CEO ഓഫ് ഇന്ത്യ. ഓ ഇന്നത്തെ കടകളൊന്നും മേടിച്ചിട്ട് കാണാൻ രസമായിട്ടോ. നല്ല രസമാണ്. പക്ഷെ ഗേൾസൊക്കെ മേടിക്കുള്ളൂ, നമ്മളൊക്കെ മേടിക്കുന്ന കുറവാ. പക്ഷെ എല്ലാം നല്ലതാണ്. ഇവിടെ നമുക്ക് ഒരു ഡ്രസ്സ് ഇട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഇത് ഒരു ടെമ്പിളിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. എന്താണെന്ന് എനിക്കറിയില്ല. അത് നോക്കിയേ, നല്ല ഡ്രസ്സല്ലേ, അടിപൊളി. പണ്ട് ഞങ്ങളിവിടെ 4 പൊറോട്ട കഴിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലായിരുന്നു. 2 ഓർമ്മയില്ല, 2 ആലു പൊറോട്ട അടിച്ച് 3 പേര് കഴിച്ചു. ഈ കടകൾക്ക് ഒരു അന്ത്യല്ലേ. ഷൂ എല്ലാം കിട്ടും അവിടെ. വൂളൻ ടൈപ്പ് എല്ലാം കിട്ടും നമുക്ക്. ഞങ്ങളങ്ങനെ തിരിച്ചു പോട്ടോ. ബൈ ബൈ മണികരൻ. ഇതുണ്ടോ നല്ല ഒഴുക്കുണ്ട്. ഫൈനലി നമുക്കൊരു വണ്ടി കിട്ടിയിട്ട് നമ്മളിപ്പോൾ കാസർഗോഡിലേക്ക് ലിഫ്റ്റ് വെച്ചു. ലിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, 200 രൂപ വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു, കാരണം നമ്മൾ അത്രയും ടയേർഡാണ്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.